ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ കൺവെൻഷൻ ആളൂരിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഏകദേശം 9,41,00,000 രൂപ നഷ്ടം സഹിച്ചുകൊണ്ട് 16 ഇന ആനുകൂല്യങ്ങളുമായി നമ്മളങ്ങനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്ന ഈ സംഘടനയുടെ നേട്ടമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ആവശ്യങ്ങൾ ക്ഷേമവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സമരം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്താൻ തീരുമാനിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ട് നമ്മൾ 5 ഇന ആവശ്യങ്ങൾ ഉന്നയിച്ച് നമ്മൾ സമരം നടത്താൻ തീരുമാനിച്ചെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് ആനുകൂല്യം മാത്രം നമുക്ക് ആ ഒരു സമരം നടത്തേണ്ടതില്ല, അത് നമുക്ക് നേടിത്തരാം എന്ന് സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മുടെ റിട്ടയർമെന്റ് ആനുകൂല്യം 1,10,50 രൂപ ഒരംഗത്തിനും, അതായത് 42 വർഷക്കാലം ക്ഷേമനിധി അടച്ച് പെൻഷനാവുന്ന ഒരംഗത്തിന്റെ 5.5% പലിശയോടുകൂടിയ തുകയായിട്ട് തരാനുള്ള സമ്മതത്തോടു കൂടിയാണ് നമ്മൾ സമരം മാറ്റിവെച്ചത്. ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടല്ലേ. 2029/4/2022 വരെ നമ്മുടെ പ്രസവ സഹായം, അതായത് 13,000 രൂപ ഇനിയും കുടിശ്ശികയാണ്. പിന്നെയോ നമ്മുടെ റിട്ടയർമെന്റ് റീഫണ്ട് കൊടുക്കാത്ത സാഹചര്യമുണ്ട്. അതുപോലെ അംഗങ്ങളായ ആളുകൾക്ക്, കൊണ്ടുപോയ ആളുകൾക്ക് റീഫണ്ട് ഇപ്പൊ നമ്മൾ അപേക്ഷ കിട്ടാത്ത സാഹചര്യം. അതുപോലെ തന്നെയാണ് ഈ 2025 കാലഘട്ടത്തിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ ആളുകൾക്ക് ID കാർഡ് കിട്ടുന്നില്ല. അതുപോലെ നമ്മൾ മുന്നോട്ട് വെച്ചൊരു ആവശ്യമാണ് സർവീസ് പെൻഷൻ. ഏരിയ പ്രസിഡന്റ് PR ഷാജൻ അധ്യക്ഷത വഹിച്ചു. അനിത റോയ്, ഷീന ജയചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം KK യൂസഫ്, ട്രീജ ബിജു, ഷീല ചന്ദ്രൻ, ഡാനി സാബു, CP ഇന്ദിര എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ, സർവീസ് പെൻഷൻ ഉയർത്തണമെന്നും അതിരപ്പള്ളി ജനവാസ മേഖലയിലുള്ള കാട്ടാനശല്യം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും കൺവെൻഷൻ സർക്കാരിനോട് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച AKT അംഗങ്ങളായ PR ഷാജൻ, രേഖ സന്തോഷ്, വിനീത് റാഫേൽ, ഡോക്ടറേറ്റ് ലഭിച്ച നിസരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.